ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയത്തും കാണാം, എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പാസ്റ്റ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സമയം തൊട്ട് നിങ്ങൾക്കിടയിൽ ചില സാഹചര്യത്തിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അങ്ങനെ എന്തും ആവാം. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ നടന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം തൊട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു അത്രത്തോളം നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് അവർ കാണുന്നത് തന്നെ. നിങ്ങൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു ബന്ധമായിരിക്കാം. അല്ലാത്തവർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി കാണുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ ഒരു ഹസ്ബൻഡായിട്ട്, വൈഫായിട്ട് നിങ്ങളുമൊത്തുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അബണ്ടൻസോട് കൂടിയ ഒരു ലൈഫാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞില്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ പാസ്റ്റിൽ എന്തോ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തി ശരിക്കും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്, ഭയങ്കരമായിട്ടുള്ള വേദനയിലാണ്, ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. കാരണം ഈ ഒരു സമയം തൊട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷൻ അങ്ങനെ വെറുതെ ഒരു കണക്ഷനല്ല, ഒരു ഡിവൈൻ കണക്ഷനാണ്. ഇതൊരു ദൈവികമായ കണക്ഷനാണ്. അല്ലെങ്കിൽ ഡിവൈനായിട്ട് നിങ്ങളെ അവർക്ക് കിട്ടിയ ഒരു കണക്ഷനായിരുന്നു. അല്ലെങ്കിൽ ഡിവൈനാണ് നിങ്ങളുടെ വ്യക്തിക്ക് എത്തിച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതലായും വന്നിരിക്കുന്നത്. അതാണ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളെ കണ്ടുമുട്ടിയത് തന്നെ ഒരു ഡിവൈനായിട്ട് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് അവർ ഈ ഒരു സമയത്ത് കാണുന്ന പോലും നിങ്ങളെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്ക് ഇത് ഇത്ര പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാണോ ഉള്ളതെന്നല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. അപ്പം ഇപ്പോൾ പോലും അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇനി നെക്സ്റ്റ് അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അവർ നിങ്ങളുമായിട്ടുള്ള ഇനി അതായത് പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇപ്പോഴും അവർക്ക് മനസ്സിൽ ആക്ഷൻ എടുക്കണം എന്നൊക്കെയുള്ള എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് തന്നെ. ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഇതൊരു ആക്ഷനിലേക്ക് വരണം, അല്ലെങ്കിൽ ഇത് വീണ്ടും എനിക്കത് മുന്നോട്ട് തന്നെ പോകണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ആ വ്യക്തിയുടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പാഠങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരു ശരിയായ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു മനോധൈര്യം ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ശരിയായ ഡിസിഷൻ എടുത്തിട്ട് ഈ ഒരു കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉറപ്പിലാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഈ വ്യക്തി ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ വരും. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും കൂടിയാണിത്. അപ്പോൾ അത് ക്ലിയർ ഇല്ല. ശരിക്കും ഇതൊരു നിങ്ങൾക്കിടയിൽ കൂടുതലും ഈ ഒരു പ്രശ്നം വന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള സംസാരമൊന്നും കൂടുതലില്ലാത്തതുകൊണ്ട് അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പോയിരുന്നത് തന്നെ.
അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി വരുത്തണമെന്നാണ് കാർഡ്സ് പറയുന്നത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി വേണം, ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർ ഇതൊരു ആക്ഷനിലേക്ക് വരും. നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇവിടെ നമുക്ക് 2 കാർഡ്സാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, കിങ് ഓഫ് ഷോർഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു തീരുമാനം വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ തീരുമാനം സാധാരണ അല്ല, ഒരു സ്റ്റെബിലിറ്റി വേണം. നിങ്ങളുടെ ഈ കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെ ആയിരിക്കും ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ അവരുടെ ഒരു ഗോൾ വരാനുള്ള സാധ്യതയുണ്ട്. അവർ നിങ്ങളുമായിട്ട് അവർ സംസാരിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് കാര്യങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അവർ അതിനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ എന്ത് പിണക്കമുണ്ടെങ്കിലും അത് അവരുടെ ഈഗോ മാറ്റിവെച്ച് അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഇവിടെ സാധ്യതയുള്ളത് കേട്ടോ. അവർക്ക് ഇതിനു മുമ്പ് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഒരു ഈഗോ ഉണ്ട്. ഇവർ ഒരു പിണക്കത്തിൻ്റെ പേരിലൊക്കെ മാറി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് നടന്നിട്ടുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞും പിടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല അവർക്ക്. അവർ ശരിക്കും നിങ്ങളടുത്ത് ആ വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി മുമ്പൊക്കെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഈ വ്യക്തിക്ക്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവരുടെ ശ്രമം എന്നാണ് കാണുന്നത്. പഴയ ഓർമ്മകൾ വല്ലാതെ അലട്ടുന്നുണ്ട്. നിങ്ങളെ ഓർക്കുന്ന സമയത്തും വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. പക്ഷെ ഇപ്പോൾ ആളിരിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും മനസ്സുള്ളത് നിങ്ങളിലാണെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളെ ഓർക്കുന്ന സമയത്ത്, ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന സമയത്ത് വീണ്ടും ആളുടെ മനസ്സിൽ എന്തൊക്കെയോ സന്തോഷം പലതും വരുന്നുണ്ട്. ആൾക്ക് സന്തോഷിക്കാനും പറ്റുന്നുണ്ട്, അതേസമയം സങ്കടവും വരുന്നുണ്ട്. ആൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആൾക്ക്. ഇതാണ് കാണുന്നത്. കുറച്ച് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി കുറച്ച് കാർഡ്സ് എടുത്തു നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ചില സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാം എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങളെ ശരിക്കും പഴയ ഒരു സമയത്തൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത വ്യക്തിയായിരിക്കാം. പലതിനും നിങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ ഈ വ്യക്തി എല്ലാറ്റിനും അവരുടെ കൺട്രോളിലായിരിക്കാം നിങ്ങളുടെ ബന്ധം പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരുടെ കൺട്രോളിലായിരുന്നു നിങ്ങളെന്ന് കാണുന്നുണ്ട്. പക്ഷേ പതിയെ ആ ഒരു കൺട്രോളിങ് എനർജിയൊക്കെ കുറഞ്ഞതായിട്ടാണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴല്ല, ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ക്ലാരിറ്റി കിട്ടാനായിട്ടാണ് ഞാൻ ഈ കാർഡ്സൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു, പിന്നീട് അതൊക്കെ കുറഞ്ഞു, പിന്നീട് അവർ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ നിങ്ങളിൽ നിന്നും പതിയെ ഒഴിഞ്ഞു മാറിയതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും മാറിയതിന് ശേഷം ശരിക്കും അത് ഈ വ്യക്തിയെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നതാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും മാറിയതിന് ശേഷം ആ വ്യക്തിയെ വല്ലാതെ അവർക്ക് നിങ്ങളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ആളെ അത് കീഴ്പ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും അവർക്ക് അത് നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാനോ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നിങ്ങളെ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ആൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങളെ വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആൾ നിങ്ങളെ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് ശരിയായി കിട്ടാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ആൾ ശരിക്കും ആളുടെ ഡിസിഷൻ എടുത്ത് ആളുടെ ഒരു പ്രേരണ കൊണ്ട് തന്നെ ആളിപ്പോൾ മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ആൾ സാധാരണ ഇതല്ല. ഈ ഒരു മെജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് സ്വന്തം കാര്യം, അതായത് സ്വന്തമായിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ആരുടെ അഭിപ്രായങ്ങൾക്കൊന്നും നിൽക്കാതെ സ്വന്തമായി തന്നെ അവർ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ കണ്ടോ ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മുന്നോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഇതിലൊരു നല്ലൊരു മാറ്റം വരണമെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബന്ധം മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ വ്യക്തി കണ്ടോ, എത്രയും പെട്ടെന്ന് ആൾ കൂടിപ്പോയ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഈ വ്യക്തിയുടെ ശ്രമം കേട്ടോ. കൂടിപ്പോയ അത്ര കാണുന്നുള്ളൂ ഇതിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വ്യക്തി വരാനാണ് സാധ്യത. കാരണം നമുക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഇവിടെ കണ്ടോ, അതായത് 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്ത് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ, കാരണം അതിനായിട്ട് ആൾ തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ എബ്രോഡൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ കോളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായാലും നിങ്ങൾ തമ്മിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കാണുന്നത്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയായിരിക്കും. അല്ലെങ്കിൽ നേരിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം, ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. സെപ്റ്റംബർ മാസം മാരേജ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ. റെഡ് കളർ, പൂയം നക്ഷത്രം, ബ്യൂട്ടീഷ്യൻ, ലെറ്റർ ജെ ആണ് വന്നിരിക്കുന്നത്. രോഹിണി നക്ഷത്രം, ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇടുക്കി, ക്യൂ ആണ്, ലെറ്റർ ക്യൂ ആണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ എസ് ആണ്. വൈ ആണ്, ലെറ്റർ വൈ. കൊല്ലം, അനിഴം, സെഡ് ആണ്, ലെറ്റർ സെഡ് വന്നിരിക്കുന്നത്. കോഴിക്കോട്, ലെറ്റർ കെ, ഓഗസ്റ്റ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. കാസർഗോഡ്, ഉത്രട്ടാതി, നവംബർ മാസം 17, മകം, ലെറ്റർ സി ആണ് വന്നിരിക്കുന്നത്. 21, ലെറ്റർ എൽ, മൂലം 28 വന്നിട്ടുണ്ട് നമ്പർ. ഉത്രം വന്നിട്ടുണ്ട്. റിയൂണിയൻ ഉണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ. ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു. ലെറ്റർ എസ് ആണ്. വൈ ആണ്, ലെറ്റർ വൈ. കൊല്ലം, അനിഴം, സെഡ് ആണ്, ലെറ്റർ സെഡ് വന്നിരിക്കുന്നത്. കോഴിക്കോട്, ലെറ്റർ കെ, ഓഗസ്റ്റ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. കാസർഗോഡ്, ഉത്രട്ടാതി, നവംബർ മാസം 17, മകം, ലെറ്റർ സി ആണ് വന്നിരിക്കുന്നത്. 21, ലെറ്റർ എൽ, മൂലം 28 വന്നിട്ടുണ്ട് നമ്പർ. ഉത്രം വന്നിട്ടുണ്ട്. റിയൂണിയൻ ഉണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ. ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്